ഇത് മർഫിൻ്റെ ഒരു വാൽവ് റേഡിയോ. നമ്മളെ അടുത്ത പരിസരത്തു നിന്ന് വന്നതാണ് ഈ റേഡിയോ. ഇത് പവർ ട്രാൻസ്ഫോമർ. ഇത് 5 വാൽവ് എന്നാൽ ഒന്ന് ECH81, ECH81, EF89, IF-ൻ്റെ അടിയിൽ വരുന്നത്. പിന്നെ EBC89, EL84. ഇവനാണ് ഓഡിയോ സർക്യൂട്ട്. നമ്മുടെ ഓഡിയോ ട്രാൻസിസ്റ്ററിന് അതിലുള്ള ശബ്ദം വരുന്നതിന് അതിന് പകരമായിട്ടുള്ള EL84. ഇത് EZ80. അത് റെക്ടിഫയർ വാൾവാണ്. റെക്ടിഫയർ വാൾവ് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈയിൽ ഇത് ഔട്ട്പുട്ട് ഇതിലേക്ക് മറ്റേ കണ്ടൻസർ കപ്പാസിറ്റർക്കൊക്കെ വോൾട്ട് കറക്റ്റ് ചെയ്തിന് കൊടുക്കുന്നത്. അത് വോൾട്ടേജ് ഇതിന് ഈ EZ80ക്ക് പകരം ഇനി വാൽവ് കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് സാധാ ഡയോഡോട് നമുക്കിത് വർക്കാക്കാൻ കഴിയും, ഈ EZ80. പക്ഷെ മറ്റതൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇതിൻ്റെ താഴെ ഭാഗം കണ്ടില്ലേ, ഒരു വെടുപ്പും വൃത്തിയില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ സർക്യൂട്ട്. കണ്ടില്ല, ഒരു മർഫി കമ്പനിക്കാരതാണിത്. മറ്റ് ഫിലിപ്സിൻ്റെ തന്നെ വല്ലൊരു വൃത്തിയിലുള്ള പണിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും കൂടിയിട്ട് ഒരു അടുക്കും ചുറ്റില്ലാത്ത രീതിയിൽ തിരിച്ചും മറിച്ചും മറ്റ് റേഡിയോകൾക്കൊക്കെ സ്ട്രിപ്പ് ഇടുന്നുണ്ട്. സ്ട്രിപ്പ്, അതായത് 3-4 കാലുള്ള സ്ട്രിപ്പ്. ആ സ്ട്രിപ്പും കണക്ഷൻ കൊടുക്കല്. പക്ഷേ ഇത് കണ്ടില്ല നിങ്ങൾ, ഇത് ഒടിച്ചും മറിച്ചും എന്നാൽ വൃത്തിയില്ലാതെ. ഇതിപ്പോൾ വന്നത് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഓഡിയോ കുറേശ്ശെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഓഡിയോയിൽ പിന്നെ വിസ്സിങ് പറഞ്ഞാൽ വിസിലിങ് ശബ്ദമാണ് വന്നിരുന്നത്. ഇതിൻ്റെ IFT ലോക്കൽ ഇട്ടായിരുന്നു വന്നത്, ഈ 2 IFT ലോക്കൽ IFT. പക്ഷെ ഞാൻ ആ IFT ഇവിടെ എൻ്റെ അടുത്തുള്ള പഴയത് പിന്നെ ഓസ്മോണ്ടിൻ്റെ IFT വേറെ ഏതോ ഒരു IFTയും കൂടി ഇട്ട് ഷൂട്ടാക്കി. മറ്റത് ഓവർ വിസിലിങ്ങാണ് വന്നിരുന്നത്. പിന്നെ ഈ മീഡിയം വേവ് ഓസിലേറ്റർ കോയിലിൻ്റെ ഇതിൻ്റെ ഇടയിൽ വന്നൊരു PF കണ്ടൻസർ. ആ കണ്ടൻസർ വളരെ കുറഞ്ഞ ലീക്ക്. പക്ഷേ മീഡിയം വേവിൻ്റെ പകുതി ഗ്യാങ് കണ്ടൻസറിൻ്റെ പകുതിയായിരുന്നു കിട്ടിയിരുന്നത്. പകുതി ഭാഗം, അതായത് ഇതുവരെയായിരുന്നു കിട്ടിയിരുന്നത്. ഇതിൻ്റെ താഴേക്ക് ഭാഗത്തേക്ക് ഓവർ വിസിലിങ്ങാണ് വന്നിരുന്നത്. ഓവർ വിസിലിംഗ് എന്ന് പറഞ്ഞത് ഭയങ്കര ശബ്ദത്തിൽ. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റേഷൻ കറക്റ്റാണ്. പിന്നെ ഇത് ഈ ഗ്യാങ് കണ്ടൻസർ ഷോർട്ട് വന്നു. ആ ഷോർട്ട് ഞാൻ തീർത്തും ചെയ്തു. ഇത് ഗ്യാങ് കണ്ടൻസർ ഷോർട്ട് വന്നാൽ പിന്നെ സാധാരണ നമ്മൾക്ക് ഇത് തീർക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഇത് ഈ പ്ലേറ്റ് തമ്മിൽ തട്ടിയിട്ട് നമ്മൾ കൈ തട്ടിയാലും പിന്നെ ടച്ചാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടായി കഴിഞ്ഞാൽ സ്റ്റേഷൻ ഇവിടെ ഒന്നും പ്രശ്നം വരില്ല. പക്ഷെ ഇങ്ങനെ താഴേക്ക് പോകും തോറും ഇത് ഭയങ്കര ചെരപ്പ് ഭയങ്കര ശബ്ദമായിട്ട് വന്ന് പരവരാകുന്ന സ്റ്റേഷനൊന്നും കിട്ടൂല. പക്ഷെ ഇത് ഓരോ പ്ലേറ്റ് അകത്തി നമ്മൾ ഒരുപാട് സമയം മെനക്കെട്ടാലേ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മർഫി റേഡിയോ ആണിത്. ഇത്രയും ഈ റേഡിയോനെ പറ്റി എനിക്ക് പറയുള്ളൂ.